اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله قالوا إن الله حرمهما على الكافرين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഅറാഫിലെ 50-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. വനാദ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. നാളെ പരലോകത്ത് നരകവാസികൾ സ്വർഗവാസികളെ വിളിക്കുന്ന ഒരു സന്ദർഭമാണ് ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നത്. നരകവാസികൾ സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് അൻ അഫീളു അലൈനാ മിനൽ മാഇ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ കുടിക്കാനുള്ള വെള്ളം കുറച്ച് ഞങ്ങൾക്ക് നിങ്ങൾ നൽകുമോ? ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, അതല്ലെങ്കിൽ അല്ലാഹു എന്താണോ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുമോ എന്ന് വനാദ അവർ അള്ളാഹുവിനോട് സ്വർഗവാസികളോട് വിളിച്ചു ചോദിക്കുകയാണ്. ഖാലു അവർ പറയും, സ്വർഗവാസികൾ പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, നിഷേധികൾക്ക് അങ്ങനെ നൽകരുത് എന്നത് അള്ളാഹു ഞങ്ങളോട് പറഞ്ഞതാണ്, അത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ്, നിഷേധികളുടെ മേൽ ഇങ്ങനെ നൽകുന്നത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് അവർ നരകവാസികളോട് പറയും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ്, മനുഷ്യരാണ് രണ്ട് വിഭാഗവും, ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകാനും ആ നരകത്തിൽ നിന്ന് സ്വർഗവാസികളോട് കുടിനീര് ചോദിക്കാനുമുള്ള കാരണം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം വിശദീകരിക്കുകയാണ്. അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹുവൻ വലഇബ, അതാണ് കാരണം. അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹുവൻ വലഇബ, അവർ അവരുടെ മതത്തെ കളിയും തമാശയുമായി സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകാനുള്ള കാരണം? അവർക്കറിയാമായിരുന്നു മതം എന്നത്, മതപരമായ ജീവിതം എന്നത്, മതത്തിന്റെ കൽപ്പനകൾ എന്നത് ഗൗരവമായിട്ടുള്ള ഒന്നാണ് എന്നവർക്കറിയാമായിരുന്നു. എന്നാൽ അവർ മതത്തെ കളിയും തമാശയുമായി അവർ സ്വീകരിച്ചു. അങ്ങനെ ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു.
അതാണ് കാരണം. നരകവാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളവും ഭക്ഷണവും നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലൂടെ ഖുർആൻ അത് പറയുന്നുണ്ട്. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. ശേഷം അനുഗ്രഹം നൽകിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എന്താ അവർക്ക് നൽകുന്നത്? എന്താണ്? നരകവാസികൾക്ക് അല്ലാഹു നൽകുന്നത് എന്താണ്? തുസ്ഖാ മിൻ ഐനിൻ ആനിയ, നല്ല തിളച്ച ജലമാണ് നരകവാസികൾക്ക് നൽകുന്നത്. ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീഇ, ളരീഇൽ നിന്നുള്ള ഭക്ഷണമല്ലാതെ അല്ലാഹു അവർക്ക് നൽകുകയില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, ആ ഭക്ഷണമോ വിശപ്പ് മാറ്റുകയില്ല, അവർക്കത് കഴിക്കാനും കഴിയില്ല, അവർക്ക് പോഷണവും നൽകുകയില്ല, കുടിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് സ്വർഗവാസികളോട് ഇവർ ഭക്ഷണവും വെള്ളവും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നരകവാസികൾക്ക് ഇവർ നരകവാസികളാകാനുള്ള കാരണം എന്താണ്? അവരുടെ ദീനിനെ, മതത്തെ അവർ കളിയും തമാശയുമായി കണ്ടു. ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. മതമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ മാത്രം ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ മുസ്ലിം സൊസൈറ്റിയിൽ അയാൾക്ക് സ്ഥാനം നൽകും. അയാളെ ഖബറടക്കുന്നത് മുസ്ലിങ്ങളെ എല്ലാവരെയും ഖബറടക്കുന്ന ഖബർസ്ഥാനിലാകണം. ഖബർസ്ഥാൻ നിഷേധിച്ചു കഴിഞ്ഞാൽ വലിയ കോലാഹലങ്ങൾ നാട്ടിലുണ്ടാകും. ഒരുപക്ഷെ അയാൾ വ്യഭിചാരിയായിരിക്കും, മദ്യപാനിയായിരിക്കും, നമസ്കാരമില്ലാത്ത ആളായിരിക്കും, ദൈവനിഷേധി പോലുമായിരിക്കും. പക്ഷേ വെറുതെ ഒന്ന് ഖബർസ്ഥാൻ നിഷേധിച്ചാലോ വലിയ കോലാഹലമായിരിക്കും. അപ്പൊ ദീനില്ലാതെ മുസ്ലിം സൊസൈറ്റിയിൽ പെടുകയും മുസ്ലിങ്ങളെ ഖബറടക്കിയ സ്ഥലത്ത് ഖബറടക്കുകയും ചെയ്തു എന്നതുകൊണ്ട് ഒരു മനുഷ്യന് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കൂല. പുരോഹിതന്മാർ മനുഷ്യരെ വഞ്ചിക്കുന്ന ഒരു രൂപമുണ്ട്. നമുക്കും കുറെയൊക്കെ കുടുംബത്തിലെ ആളുകൾക്കും സമാധാനമാവും, എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കുക. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വീടുകളിലേക്ക് വരിക, ആ വീട്ടിൽ വലിയ ബോക്സ് ഫിറ്റ് ചെയ്യുക, പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുക്കി മാറ്റിയ വിദ്യാർത്ഥികളെയോ അല്ലെങ്കിൽ അവരുടെ ഉസ്താദുമാരെയോ വീട്ടിലേക്ക് കൊണ്ടുവരിക. അവർ അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുക. മതവുമായിട്ട് ഇതിന് യാതൊരു ബന്ധമൊന്നുമില്ല. പക്ഷെ കാണുന്ന ആളുകൾക്ക് ഒരു റാഹത്തായിരിക്കും. അയാൾ ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ആശ്വാസട്ടോ. എത്ര ആളുകൾ ഓതാണ്ട്, എത്ര ആളുകൾ കേൾക്കാണ്ട്, എത്ര ആളുകൾ കരയാനുണ്ട്. മയ്യത്ത് എടുക്കുമ്പോ വേറെ ഒരു ദുആ, മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ കുറെ ആളുകൾ, മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ ഒരുപാട് നേരം തസ്ബീത്ത്, രക്ഷപ്പെടൂല. അതൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നതാണ്. ആദ്യം സ്വന്തത്തിനു വേണ്ടി മതപരമായ കാര്യങ്ങൾ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇതിന്മേലൊക്കെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിനുള്ള ഒരു ഭാഗമാക്കി തീർത്തു. വിവാഹം മഹല്ലിൽ നിന്ന്, ഖബറടക്കം മഹല്ല് ഖബർസ്ഥാനിൽ, മറ്റുള്ള ചില ചടങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ മതപരമായ ചില ആചാരങ്ങളും ചിഹ്നങ്ങളും ചില രൂപങ്ങൾ ധരിച്ച ആളുകളും അത് മതം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനൊക്കെ ഒഴിവാക്കിയത്. കാരണം എന്താ? അങ്ങനെ ചുളിവിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാം സ്വാധീനം കൊണ്ടും പണം കൊണ്ടും ആളാകൽ കൊണ്ടും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതൊക്കെ ഇവിടെ കഴിയും, ദുനിയാവിൽ കഴിയും. വെറുതെ ആളായി ഒന്ന് സംസാരിച്ചാൽ മതി, മതത്തിന്റെ ചില ചിഹ്നങ്ങളൊക്കെ ഉണ്ടായാൽ മതി, മതപരമായ ചില ആചാരങ്ങളും രൂപങ്ങളും ഉണ്ടായാൽ മതി. പരലോകത്ത് നടക്കൂല, ഇവിടെ നടക്കും. അതാ ഖുർആൻ പറഞ്ഞത്. എങ്ങനെയാണ് അവർ നരകത്തിലേക്ക് പോയത്? അവർ നരകത്തിലേക്ക് പോകാനുള്ള കാരണം അവർ മതത്തെ, ദീനിനെ കളിയും തമാശയുമായി കണ്ടു, സീരിയസ് ആയ ഒന്നായി കണ്ടില്ല. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ, അങ്ങനെ ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു.
എന്നിട്ട് അല്ലാഹ് പറയാ അല്ലാഹു അവരോട് പറയും, ഇന്ന് ഞാൻ നിങ്ങളെ മറന്നു കളയണം, എന്റെ മുന്നിൽ നിങ്ങളില്ല. അല്ലാഹു കാരുണ്യവാനാണ്, കരുണാവാരിധിയാണ്, റഹ്മത്ത് ചൊരിയുന്നവനാണ്, ഒക്കെയാണ്. അല്ലാഹു ശദീദുൽ ഇഖാബ് എന്ന് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതാ. അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനുമാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പൊ അല്ലാഹു ഈ മനുഷ്യരോട് പറയും, ഇന്ന് ഞാൻ നിങ്ങളെ മറക്കുകയാണ്, നിങ്ങൾ എന്റെ മുന്നിലില്ല. ഏതുപോലെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ട് എന്നത് നിങ്ങൾ ദുനിയാവെന്ന് മറന്നില്ലേ, അതുകൊണ്ട് ഞാനും നിങ്ങളെ ഇവിടുന്നാണ് മറക്കുകയാണ്. ആ പ്രയോഗം നോക്കൂ, നിങ്ങൾ ഖുർആനിന്റെ ആ പ്രയോഗം നോക്കൂ. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകും എന്നതിനെ നിങ്ങൾ തൽക്കാലം മറന്നിരുന്നല്ലോ, ഞാനും നിങ്ങളാണ് മറക്കുകയാണ്. ഖുർആനിലെ ചില ആയത്തുകൾ, ചില സന്ദേശങ്ങൾ, അതൊക്കെ ഇങ്ങനെ പറയുന്നു, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കിയിരുന്നല്ലോ. അതുപോലെ ഞാനും നിങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കാണ് എന്ന അല്ലാഹു പറയും എന്നാണ്. അതുകൊണ്ടാണ് അവർ സ്വർഗവാസികളോട് നരകവാസികൾ വെള്ളം ചോദിക്കുന്നത് എന്ന് സൂറത്തു അറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, അപ്പൊ നമുക്കൊക്കെ വിശ്വാസികൾ എന്ന നിലക്ക് വളരെ പ്രതീക്ഷയുള്ള നമ്മുടെ ജീവിതത്തിലെ ഒരു ആരാധന ഏതാണ്? നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ മനുഷ്യന്മാർക്ക്. ഒരാളുടെ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ, പരലോകത്തിൽ വിശ്വസിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനത്തെ പ്രവാചകനായി അംഗീകരിച്ചാൽ നമുക്കൊരു സമാധാനം ലഭിക്കുന്ന ഒരു ആരാധനയുണ്ട്. അതേതാ? അത് നമസ്കാരമാണ്. ആ നമസ്കാരം മാത്രം എടുക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ സ്വയം വിചാരണ നടത്തുക. നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നാളെ പരലോകത്ത് എനിക്ക് റബ്ബിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള നാളെ പരലോകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമസ്കാരത്തെ കുറിച്ചാണ്. ആ ക്വസ്റ്റ്യനിൽ വിജയിച്ചു കഴിഞ്ഞാൽ വഖദ് അഫ്ലഹ വ അൻജഹ, രണ്ട് പദാണ് വിജയിച്ചു എന്നുള്ളതിന് പ്രയോഗിച്ച്. ഒന്ന് അഫ്ലഹ വ അൻജഹ, രക്ഷപ്പെട്ടു, വിജയിച്ചു. അതിൽ പരാജയപ്പെട്ടാൽ വഖദ് ഖാബ വ ഖസിറ, രണ്ട് പദം, നഷ്ടക്കാരനായി, എല്ലാം അവസാനിച്ചവനായി. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്റെയും നിങ്ങളുടെയും നിലവിലുള്ള അവസ്ഥ എന്താണ്? അത് നമ്മൾ കളിയും തമാശയും കണ്ടാൽ മതിയോ? അതെപ്പോഴെങ്കിലുമൊക്കെ നമസ്കരിച്ചാൽ മതിയോ? 5 വക്ത് എന്നുള്ളത് 3 വക്ത് മതിയോ? മാസത്തിലൊരു 10 ദിവസം 5 വക്ത്, 10 ദിവസം 3 വക്ത്, 10 ദിവസം ഒന്നുമില്ല, അങ്ങനെ മതിയോ? നമുക്കൊരു ബേജാറും ഈമാനും തഖ്വയൊക്കെ കൂടുമ്പോ ഒരു 2 ദിവസം നിസ്കരിച്ചാൽ മതിയോ? പോരാ. 10ാമത്തെ വയസ്സ് മുതൽ മരണം വരെ, മരണക്കിടക്കയിൽ എല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് ബോധം മാത്രമുള്ള സമയത്ത്, കണ്ണ് മാത്രം ചലിക്കുന്ന സമയത്ത്, കണ്ണുകൊണ്ടെങ്കിലും നിർവഹിക്കേണ്ട ആരാധനയാണ് നമസ്കാരം. നമ്മളത് എത്രത്തോളം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്, നമ്മളത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത്തിൽ എടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അഫ്ഖലുസ് സ്വലാത്തു അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളായ ആളുകൾക്ക് ഏറ്റവും പ്രയാസകരമായ നമസ്കാരമാണ് സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ, ഇശാ നമസ്കാരവും ഫജ്ർ നമസ്കാരവും. ജമാഅത്തിന് ഏറ്റവും ആളുകൾ കുറയുന്ന 2 നിസ്കാരമാണ്. പിന്നെ അസറും, അസർ പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂലും ഖുർആനും പറഞ്ഞൊരു നിസ്കാരമാണ്. ഇതിൽ 2 നമസ്കാരം. ഒന്നേതാണ്? സുബഹ്, രണ്ടോ ഇശാ. കച്ചവടം എന്നത് ആരോഗ്യമുള്ള കാലം മുഴുവൻ ചെയ്യണം എന്നാഗ്രഹിക്കാത്ത ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടാവും. 10-40 വയസ്സ് കച്ചവടം ചെയ്യാ, പിന്നെ വെറുതെ ഇങ്ങനെ നടക്കുക, ആരെങ്കിലും ചിന്തിക്കോ? ഇല്ല. അപ്പൊ കച്ചവടം ഒന്നും ഉണ്ടാവും. എന്റെ ജോലി എന്നും ചെയ്യണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരോഗ്യമുള്ള കാലത്ത് ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് അധ്വാനിച്ച് എന്റെ വരുമാനം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആണ്. സ്ത്രീകൾക്ക് അടുക്കള ജോലി എന്നും ഉണ്ടാവും, വെള്ളിയാഴ്ച ഉണ്ടാവും. എന്നാൽ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിലേക്ക് എത്തണം എനിക്ക് പറ്റുമ്പോൾ എന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾ. അവർ ജോലി ഇല്ലാത്തവരല്ല, ജോലിയുള്ളവരാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു കച്ചവട സ്ഥാപനത്തില് ഒരു മുസല്ല വാങ്ങിയിട്ട്
നമ്മൾ മരിച്ചോളം അവിടുന്ന് തന്നെ നിസ്കരിക്കാനോടെ നമ്മളെ തീരുമാനം. അതല്ല, അപ്പൊ ഒന്ന് പള്ളിയിൽ പോയി നടക്കണ്ട, ബൈക്കുണ്ട്, കാറുണ്ട്, സൗകര്യമുണ്ട്. ആ ടൈം മൊബൈലിൽ വരെ സെറ്റ് ചെയ്യാം. ബാങ്ക് കൊടുക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പ് മൊബൈൽ നമ്മളോട് പറയും ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റോ 20 മിനിറ്റോ ആണ് ജമാഅത്തിന് എന്നത് എല്ലാവർക്കും ഒരു ദിവസം പള്ളിയിൽ പോയാൽ അറിയാം. പക്ഷെ നമ്മൾ പോകാതെ നിന്നാല് മരിക്കോളം പോവില്ല. പോയി തുടങ്ങിയാലോ എന്നും എത്താൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എനിക്ക് 27 ഇരട്ടി വേണം. പുരുഷന്മാർ സൗകര്യപ്പെടുമെങ്കിൽ നമസ്കരിക്കേണ്ടത് പള്ളിയിൽ നിന്നാണ് എന്നതൊക്കെ നമുക്കറിയുന്ന ഒന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുനാഫിഖീങ്ങൾക്ക് വളരെ പ്രയാസകരമായ 2 നമസ്കാരം. ഒന്ന് ഇശാ നമസ്കാരമാണ്, 2 സുബഹി നമസ്കാരമാണ്. പ്രയാസം തന്നെയാണ്. സുബഹിയുടെ സമയം വലിയ പ്രയാസമാണ്. എഴുന്നേൽക്കാന്നുള്ളത് എന്നാ ഉറക്ക് നല്ല മുറുകി വരുന്ന സമയമാണ്. എന്നാ ഉണർന്നാലോ കുറെ കാര്യങ്ങൾ ചെയ്യാം. വലിയ ബിസിനസ്സുകാരുടെ വിജയങ്ങളെ കുറിച്ചുള്ള ഒരു ലേഖനം വന്നിരുന്നു. അപ്പൊ അതിൽ അവരുടെ ടൈം ഷെഡ്യൂൾ ആണ് പ്രധാനമായിട്ട് പറയുന്നത്. ടൈം ഷെഡ്യൂൾ. ഒരു മുസ്ലിം നിർബന്ധമായി ഒരു 5-5:30 മണിക്ക് എഴുന്നേൽക്കും. പിന്നെ കുറെ ടൈമാണ്. ആ ടൈം നമ്മൾ 10 മണിക്ക് ശേഷം അങ്ങോട്ട് ഈ ടൈം എടുത്തിട്ട് കാര്യമല്ല. മറിച്ചോ ഈ സമയം അത്ര പ്രധാന. നമുക്ക് ദുനിയാവിലെ ലാഭാണ്, ആഖിറത്തുൽ ലാഭാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയൻ, വലൗ യഅലമൂന മാ ഫീഹിമാ, ആ സുബഹിയുടെയും ഇശാഇന്റെയും പ്രാധാന്യം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വാ, അവർ നിരങ്ങിയിട്ടെങ്കിലും പള്ളിയിലേക്ക് എത്തുമായിരുന്നു. നടക്കാൻ നിരങ്ങിയിട്ടെങ്കിലും പള്ളിയിലേക്ക് അവർക്ക് എത്താൻ കഴിയുമായിരുന്നു എന്നതാണ്. അപ്പം മതം എന്നത്, ദീൻ എന്നത് കളിയും തമാശയുമാക്കി നാം തീർക്കേണ്ട ഒന്നല്ല. അല്ല, അത് സീരിയസ് ആയി കാണും. ദീനാണ്. മതത്തിന്റെ നിയമങ്ങൾ നമ്മൾ ഗൗരവത്തിൽ കാണണം. ഖുർആൻ പറഞ്ഞല്ലോ, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. അല്ലാഹു നാളെ പരലോകത്ത് വരും. എന്നിട്ട് അല്ലാഹു വിളിക്കും, വയുദഊന ഇല സുജൂദ്. അല്ലാഹു മനുഷ്യന്മാരെ വിളിക്കും. എന്നിട്ട് പറയും സുജൂദ് എന്ന് പറയും. അതന്നെ, വയുദഊന വിളിക്കപ്പെടും. ഇല സുജൂദി, സുജൂദിന് വേണ്ടി, സുജൂദ് ചെയ്യാൻ വേണ്ടി പറയും. ഫലാ യസ്തതിഊൻ, ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. സാധിക്കാതിരിക്കുമ്പോ എന്താ സംഭവിക്കുക? ഖുർആൻ പറയാൻ, ഖാശിഅത്തൻ അബ്സ്വാറുഹും, അവരുടെ കണ്ണൊക്കെ വല്ലാത്ത സങ്കടം കൊണ്ട് താഴ്ന്നു പോകും, താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കുന്നു. കാരണം എന്താ? സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു പക്ഷെ വലിയ ജിമ്മും കരാട്ടിയും കാലും കയ്യൊക്കെ എന്തും കാട്ടുന്ന ആളുകളായിരിക്കും. പക്ഷെ അവിടുന്ന് അള്ളാഹ് ചെറിയൊരു ടെസ്റ്റാണ്, സുജൂദ് ചെയ്യാനാ പറയുന്നത്. കഴിയില്ല. തർഹഖുഹും ദില്ല, അവരെ അപമാനം മൂടും. ചുറ്റും ആളുകളുണ്ടല്ലോ, ഇയാളോട് ആകെ എന്തേ പറഞ്ഞിട്ടുള്ള സുജൂദ് ചെയ്യാനാ. കണ്ണൊക്കെ അങ്ങനെ താഴ്ത്തി, തർഹഖുഹും ദില്ല, അപമാനം അവരെ മൂടും. എന്നെ കൊണ്ട് ഇതിന് കഴിയില്ലല്ലോ. എന്നിട്ട് അല്ലാഹ് പറയാ, വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ, നല്ല ആരോഗ്യമുള്ള കാലത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെടുന്ന സമയത്ത് അവരത് ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ അത് സാധിക്കാത്തത്. അതേതാണ് വിളി? ബാങ്കിന്റെ വിളിയാണ്. നമ്മൾ ദീനിന്റെ നിയമം ഗൗരവമായി കാണണം എന്നതാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു വാചകമുണ്ട്. ആ വാചകം എങ്ങനെയാണെന്ന് അറിയാം? അലാമത്തു സആദ അൻ തുതിഅ അല്ലാഹ വ തഖാഫു അൻ തകൂന മർദൂദൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന മനുഷ്യനായിരിക്കും. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ എന്നെ തള്ളപ്പെടുമോ എന്ന ഭയമുള്ള ആളുമായിരിക്കും. അള്ളാഹിനെ അനുസരിക്കും, എന്നാലും മനസ്സിലൊരു വിചാരം ഉണ്ടാവും, പടച്ചോനെ നാളെ എന്റെ റബ്ബിന്റെ അടുക്കൽ എന്നെ തള്ളപ്പെടുമോ എന്ന്. വഅലാമത്തു ശഖാവ, എന്നാൽ ദൗർഭാഗ്യവാന്മാരായ ആളുകൾ എന്നാൽ അൻ തുഅതിയല്ലാഹ വതർജു അൻ തകൂന മഖ്ബൂല. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ എല്ലാ നിയമങ്ങളെയും ധിക്കരിക്കുന്നവനായിരിക്കും. പക്ഷേ വതർജു അൻ തകൂന മഖ്ബൂല, നാളെ അല്ലാഹുവിന്റെ അടുത്തോ
അള്ളാന്റെ അടുത്ത് ഞാൻ സ്വീകാര്യനായ ഒരു മനുഷ്യനായിരിക്കും എന്ന ബോധമുള്ളവനായിരിക്കും. അയാൾ ദൗർഭാഗ്യവാന്മാനാണ്, ഒന്നും ചെയ്യൂല. പരലോകത്തൊക്കെ ഞാൻ എങ്ങനെങ്കിലും രക്ഷപ്പെടുന്നതാണ്. അത് ഇവിടെ എങ്ങനെങ്കിലും രക്ഷപ്പെടുന്നോണ്ട് തോന്നണ, ഇവിടെ എങ്ങനെങ്കിലും ഒക്കെ വളവൊക്കെ കാട്ടി രക്ഷപ്പെട്ട് ഇങ്ങനെ പോണോലെ, അങ്ങനെ പോയി അത് വിജയിച്ചു ഇത് വിജയിച്ചു. സാമർത്ഥ്യം, വാക്ചാതുരി ഇവിടെ അവിടെ നടക്കൂല എന്നാണ്. പക്ഷെ അങ്ങനെ വിചാരമുണ്ടാകുമെന്നാണ്. എന്ന് മാത്രമല്ല ഖുർആൻ പറയാം, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, കുറ്റവാളികളായ ആളുകൾ നാകിസൂ റൂസിഹിം, അവർ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കും. ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ. റബ്ബിനോട് അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അബ്സ്വർന, ഇപ്പൊ ഞങ്ങൾ നല്ല ഉൾക്കാഴ്ചയുള്ള ആളുകളായിട്ടുണ്ട്. വസ്സമിഅന, ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഫർജിഅനാ നഅമൽ സാലിഹ, നീ ഞങ്ങൾക്കൊരു ചാൻസും കൂടി തരികയാണെങ്കിൽ ഞങ്ങൾ നന്മയെ ചെയ്യൂ. ഇന്നാ മൂഖിനൂൻ, സത്യം പറയാം, ഞങ്ങൾ മൂഖിൻ, യഖീനായി പറയുന്ന ഒരു വാക്കാണ് എന്ന് പറയും എന്നതാണ്. അപ്പൊ മതം എന്നത്, ദീൻ എന്നത്, മതത്തിന്റെ നിയമങ്ങൾ എന്നത് ഗൗരവമായി നാം കാണണം. അതെല്ലാ മേഖലയിലും കാണണം. എല്ലാ ആരാധനകളിൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ ബിസിനസ്, നമ്മുടെ സാമ്പത്തിക രംഗം, ഇതൊക്കെ കാണണം. എന്റെ ജീവിതത്തിൽ ഒരു ഹറാം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു, ശ്രദ്ധിക്കണ്ടേ? ഇപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ചു, ഇന്ന് കാമുകന്മാരുടെ ദിനമാണ്. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അപ്പൊ പിന്നെ എല്ലാവരും ഇത് അംഗീകരിക്കണം എന്നാണ് ഒരു പൊതുവായ വിചാരം. വാലന്റൈൻസ് ഡേ, എന്നാ പിന്നെ അങ്ങനെ ഒരു ഡേ ഉണ്ട്. എന്ത് ഡേ വന്നാലും നമ്മളത് സ്വീകരിക്കാൻ റെഡിയാണ്. പിന്നെ അങ്ങനെ കുറെ പുളിച്ചിത്തരങ്ങൾ കാണിച്ചു കൂട്ടുക, എന്നിട്ട് സ്റ്റാറ്റസ് ഇടുക, എന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുക, എത്ര ആള് കണ്ടു, എത്ര ആള് കണ്ടു, എത്ര ആള് കണ്ടു, എത്ര ആള് കണ്ടു, ഇവൻ ചെയ്യുന്ന വഷളത്തരം എത്ര ആള് കണ്ടു. എന്നിട്ട് അതെങ്ങനെ ബിസിനസ് ആക്കാം എന്ന് കച്ചവടക്കാർ ചിന്തിക്കുക. ഇതിനെങ്ങനെ ബിസിനസ് ആക്കാം? എന്തിന്? വിവാഹം കഴിയാത്ത, കല്യാണം കഴിയാത്ത കാമുകന്മാർക്ക് അരണ്ട വെളിച്ചത്തിൽ ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്ത് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുമ്പോൾ അവർ മനസ്സിലാകണ്ടേ, എനിക്കൊരു മകളുണ്ട്, എന്റെ മകൾക്കൊരു മകനുണ്ട്, എന്റെ പേരക്കുട്ടിയൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ. ഈ വരുമാനം എവിടുന്ന് ഉപകാരപ്പെടാനാ? കല്യാണം കഴിയാത്തവർക്ക് ഔദ്യോഗികമായി സീറ്റ് ഒരുക്കി കൊടുക്കുമ്പോ എവിടുന്നാണ് ഇതൊക്കെ ഉപകാരപ്പെടുക? എന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കണേ? എന്തിനാണ് ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണേ? എന്തിനാണ് ഈ പാശ്ചാത്യ സംസ്കാരത്തെ നമ്മൾ പേറുന്നത്? മഞ്ചേരി ആമയൂർ പ്രദേശം ഇനിയും ഒരു ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. എന്താ? 19 വയസ്സായ 18 വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിഞ്ഞു, മൂന്നാമത്തെ ആത്മഹത്യ. 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ കൈത്തണ്ടയിൽ മുറിച്ചു, ഹോസ്പിറ്റലിലെത്തി, അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവനും ആത്മഹത്യ ചെയ്തു. ഇതിനെന്താ പരിഹാരം? പ്രണയിച്ചവരെ മുഴുവൻ കെട്ടിച്ചു വിടുക എന്നുള്ളതാ പരിഹാരം? അല്ല, ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? മൊബൈൽ ഫോൺ വാങ്ങിയതിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 20ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി. അപ്പൊ എന്താ പരിഹാരം? മൊബൈൽ ഫോൺ ഫുൾ ടൈം കൊടുക്കുക എന്നുള്ളതാ? മൊബൈൽ ഫോൺ ഫുൾ ടൈം കൊടുക്കുക എന്നുള്ളതാ പരിഹാരം? ഈ പരിഹാരം ഉറപ്പാക്കാൻ വളരെ സുഖല്ലേ? ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക സ്കൂളില്. ചെറിയ പ്രശ്നം, സ്വാഭാവികമായി സ്കൂൾ അധികൃതർക്ക് പ്രശ്നം ഉണ്ടാകാമില്ലാതിരിക്കാൻ ഞാൻ വിഷയം സംസാരിക്കണേ. അപ്പൊ എല്ലാരും തീരുമാനിക്കാൻ എന്നാ നമുക്ക് ഇനി എന്തു വേണ്ട, പിന്നെ ഡെസർട്ടേഷനും അതേപോലെ തന്നെ സെമിനാറും സിമ്പോസിയം ഒന്നും വേണ്ട, ആരും ഒന്നും ഇവിടെ എഴുതി തരണ്ട, അതാ തീരുമാനം ഉണ്ടാക്കണ്ട. അല്ലല്ലോ, നമ്മൾ ധാർമ്മികതയുടെ ഒരു വടിവട അടിക്കണ്ടേ, എന്നിട്ട് അതിലേക്ക് ഒരു കയറിട്ട് ഇങ്ങോട്ട് വലിക്കണ്ടേ? സമൂഹം പോണതിനനുസരിച്ച് പോകാൻ പറ്റുമോ? പ്രണയിച്ചോലൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തോളി, ചാടുന്ന് പറയുന്നവർക്കൊക്കെ ഫുൾ ടൈം മൊബൈൽ കൊടുത്തോളി, നഞ്ഞേ ആരും പഠിപ്പിക്കണ്ട. ഇതെന്ത് പരിഹാര? ഇങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയോ? ഇല്ല. ഇങ്ങനെയല്ല പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക. ഞാൻ സൂചിപ്പിച്ചത്, ഈ ദിനങ്ങളിലൊക്കെ 17ഉം 18ഉം വയസ്സുള്ള കുട്ടികളൊക്കെ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോ അതിന് പുരോഗമനത്തിന്റെ പട്ടം ചാർത്തി കൊടുക്കുന്ന ആളുകളുണ്ട്. ജനുവരി 1 മുതൽ ഫെബ്രുവരി 14 എത്തി നിൽക്കുമ്പോ 10-ലധികം പെൺകുട്ടികൾ ആൺ സുഹൃത്തുക്കളാൽ, പ്രണയ നൈരാശ്യത്താൽ, ഫ്രണ്ടുകളാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു.
പെൺകുട്ടികള് ഒക്കെ നഷ്ടം പെൺകുട്ടിയൊക്കെ. ആൺകുട്ടിയൊക്കെ അധികം സംഭവിക്കണില്ല. അപ്പൊ അതിനുവേണ്ടി ഇവിടെ വേദിയും സ്ഥലവും ഇരിക്കാനുള്ളതും ഭക്ഷണവും ഒരുക്കി കൊടുത്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുമ്പോ ഇതൊക്കെ എന്റെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾ എന്ന ചിന്ത വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്, ദീനിന്റെ നിയമങ്ങളെ ഗൗരവത്തോടുകൂടി കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാണ് ഉണ്ടാക്കുക, പരലോകത്ത് ഖേദിക്കേണ്ടി വരും എന്ന വിചാരം നമ്മുടെ കുടുംബങ്ങൾക്ക്, മക്കൾക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിന് നാം പകർന്നു നൽകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.